യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ, അതേ അബ്രഹാമും ദൈവവും തമ്മിലുള്ളതായ ആ ബന്ധം, അബ്രഹാമിൻ്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നത്, ഇതിൽ നിന്നെല്ലാം തന്നെ ദൈവം എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവം നമ്മോട് ഇടപെടുന്നതായ രീതി എങ്ങനെയാണ്, ദൈവം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മീക പാഠങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേവലം അബ്രഹാമിൻ്റെ കഥ പറയുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ വചനഭാഗങ്ങളെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിലയേറിയ ആത്മീക പാഠങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, അബ്രഹാം എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം തന്നെ താൻ യാഗപീഠം പണിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു എന്നുള്ളത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ ചിന്തിപ്പാനിടയായി തീർന്നു. ഇവിടെ യാഗപീഠം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ആത്മീകമായ അർത്ഥത്തിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോടുള്ള ആ റിക്കൺസിലിയേഷനിൽ, ആ നിരപ്പിൽ നമ്മൾ ജീവിക്കുകയും, രണ്ടാമതായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, അതേ മൂന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാഗപീഠം എന്നുള്ള നിലയിൽ ആത്മീകമായി നമുക്ക് വ്യാഖ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. അതായത് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാഗപീഠം ഒരുക്കുന്നത് പോലെയുള്ള ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. അബ്രഹാം എന്താണ് ചെയ്തത്? താൻ ചെല്ലുന്ന ഓരോ സ്ഥലത്തിലും താൻ യാഗപീഠം പണിത്, അതായത് ഈ യാഗപീഠം പണിയുന്നത് വഴി അബ്രഹാം ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും ദൈവത്തിന് താൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമായും വിവരിച്ചു പറയുന്നു. അതേ അബ്രഹാം ദൈവത്തിന് വലിയ പ്രാധാന്യം തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കൊടുക്കുവാനിടയായി തീർന്നു. അതെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടതായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ന് 13-ാം അധ്യായത്തിലേക്കാണ് കടന്നു വരുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്ക് മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. നോക്കൂ, അങ്ങനെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അബ്രാമിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു പ്രധാന സംഭവത്തെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം അബ്രഹാമിനോട്, അതേ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അബ്രഹാം അതുപോലെ അനുസരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനം വായിക്കുമ്പോൾ അബ്രഹാം അതിൽ ചെറിയൊരു ഭേദഗതി വരുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം തൻ്റെ ചാർച്ചക്കാരെ അവൻ പൂർണ്ണമായും വിട്ടില്ല, അവൻ്റെ പിതൃഭവനത്തെ പൂർണ്ണമായും അവൻ വിട്ടില്ല. മറിച്ച് തന്നോടുകൂടെ അവൻ സഹോദരപുത്രനായ, അതേ തൻ്റെ സഹോദരൻ ഹാരാന്റെ പുത്രൻ, അതേ അനാഥനായ ലോത്തിനെയും കൂടെ കൂട്ടുവാനിടയായി തീർന്നു. വാസ്തവത്തിൽ അത് ദൈവം അവനെ വിളിച്ചതായ വിളിയെ അല്പം അലക്ഷ്യമാക്കുന്നതായ ഒരു പ്രവൃത്തിയായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ. ഇനി നോക്കുക, നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമ്മളോട് മനസ്സലിവ് കാണിക്കും, ദൈവം അതിനെ വലിയ ഗൗരവമായി കാണുകയില്ല എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നതായ ഏത് തീരുമാനവും ദൈവം നമ്മോട് പറഞ്ഞതായ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ അബ്രാമിനോടുകൂടെ യാത്ര തിരിച്ചതായി ലോത്തിനും ധാരാളം സമ്പത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അതേ തൻ്റെ പിതാവായ ഹാരാനിൽ നിന്നും സിദ്ധിച്ചതായ അതേ സമ്പത്തുകൾ, അത് ആടുമാടുകളാണ്, അത് ദാസന്മാരാണ്, അതേ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ആളുകളാണ്. ഇങ്ങനെ ധാരാളമായ സമ്പത്ത് ലോത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ ആ ധാരാളമായ സമ്പത്തും ലോത്തിൻ്റെ ആ ധാരാളമായ സമ്പത്തും അവർ ഒരുമിച്ചായിരുന്നു
ഇപ്പോൾ ആ ദൈവം വിളിച്ചതായ വിളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വായിക്കുമ്പോൾ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ലോത്തിനും അബ്രഹാമിനും ധാരാളം സമ്പത്തുണ്ടായിരുന്നെങ്കിലും ഈ സമ്പത്തിന്റെ വിഷയത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും സമീപനങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ലോത്തിന് ധാരാളം സമ്പത്തുണ്ട്, അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. അതെ, അവന്റെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചിരുന്നതായ ഒരു അനുഭവമുണ്ട്. എന്നാൽ അബ്രാമിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നെങ്കിലും ആ സമ്പത്ത് അവനെ കീഴ്പ്പെടുത്തിയിരുന്നില്ല. സമ്പത്തിനേക്കാളും വിളിച്ചതായ ദൈവത്തെ വലിയവനായി എണ്ണുവാനുള്ളതായ ആ വലിയ ആത്മീയമായ കാര്യം അബ്രാമിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മെ കീഴ്പ്പെടുത്തുവാൻ നമ്മെ സമ്മതിക്കരുത്. നമ്മളിൽ എപ്പോഴും അതേ, നമ്മുടെ സമ്പത്തിനേക്കാൾ ഉപരിയായിട്ട്, നമുക്കുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സമ്പത്ത് നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. നോക്കൂ, ലോത്തിനെ ഈ സമ്പത്തെല്ലാം കീഴ്പ്പെടുത്തിയിരുന്നു. മുന്നോട്ട് വന്നപ്പോൾ സംഭവിച്ച കാര്യം അവിടെ പറയുന്നുണ്ട്. അവർക്ക് ഒരുമിച്ച് ദേശത്ത് പാർക്കാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യം കടന്നു വന്നു. കാരണം മറ്റൊന്നുമല്ല, അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിലുള്ള ശണ്ട, അവർ തമ്മിലുള്ള സ്പർദ്ധ, അവർ അപ്പോൾ ആ കനാൻ ദേശത്ത് ആയിരിക്കുമ്പോൾ ആ കനാനിൽ വസിച്ചിരുന്നവരായ കനാന്യരും പെരിസ്യരും സാക്ഷ്യം വഹിക്കാനിടയായി തീർന്നു. നമുക്കറിയാം, കനാന്യരും പെരിസ്യരും അവർ ജാതീയ ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർ എപ്പോഴും അവരുടെ ദൈവങ്ങളെക്കുറിച്ചും അവരുടെ ദൈവിക പ്രമാണങ്ങളെക്കുറിച്ചും ഒക്കെ അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നവരായിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീർന്നവരായിരുന്നു ഈ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ആളുകൾ. അവർ പറഞ്ഞതെന്താ? ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. അവർ പറഞ്ഞതെന്താ? ഞങ്ങൾ ദൈവവചനത്തെ പ്രമാണിച്ച് ദൈവം പറയുന്ന പോലെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കനാന്യരുടെയും പെരിസ്യരുടെയും മുമ്പാകെ ഈ ലോത്തിന്റെയും അബ്രഹാമിന്റെയും ആളുകൾ തമ്മിൽ ശണ്ടയിടുമ്പോൾ അവരുടെ മുമ്പിൽ എങ്ങനെ ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ അതേ അബ്രഹാമിന് സാധിക്കും? അതുകൊണ്ട് അബ്രഹാം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ലോത്തിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വായിക്കുന്നത്. നോക്കൂ, അബ്രഹാം ഇപ്രകാരം പറയുന്നു ലോത്തിനോട്: എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയും നശിപ്പിച്ചതിനു മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെ ആയിരുന്നു. അബ്രഹാം ഈ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കൂ, സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ അബ്രഹാം അല്ലേ ലോത്തിനേക്കാളും കുറച്ചുകൂടെ കമാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്നയാള്. അതുകൊണ്ട് അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ലോത്തേ ദേണ്ട ഞാൻ ഈ സ്ഥലം എടുക്കുക, നീ ദേണ്ട മറ്റേ സ്ഥലം എടുത്തോ എന്ന് പറയാമായിരുന്നു. പക്ഷെ അബ്രഹാം അതിന് തുനിയാതെ തെരഞ്ഞെടുക്കാനുള്ള സാവകാശം ലോത്തിന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ? അബ്രഹാം തന്നെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നില്ല. തൻ്റെ സമ്പത്തിനെ കുറിച്ച് അവൻ ധാരാളമായി വിചാരപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തോ തനിക്കുള്ള സ്വത്തോ ഇതൊന്നും തന്നെ കീഴ്പ്പെടുത്തുവാൻ അബ്രഹാം അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, അബ്രഹാം എപ്പോഴും ദൈവികമായ ചിന്തകളോടുകൂടെ വിളിച്ചവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പുറപ്പെടാനാണ് അബ്രഹാം ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഒരു വേദഭാഗത്തെ റോമാലേഖനം 8-ാം അധ്യായം 28-മായി ഒന്ന് കണക്ട് ചെയ്യട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അബ്രഹാമിനറിയാം, താൻ സ്നേഹിക്കുന്നത് ഒരിക്കലും തൻ്റെ സമ്പത്തിനെ അല്ല, തൻ്റെ ആടുമാടുകളെ അല്ല, തൻ്റെ സ്വത്തിനെ അല്ല. താൻ സ്നേഹിക്കുന്നത് ദൈവത്തെ ആണ് എന്നുള്ളതിനാൽ അബ്രഹാമിന് പൂർണ്ണമായിട്ടും മനസ്സിലായി, താൻ എന്ത് തിരഞ്ഞെടുത്താലും, തനിക്ക് ഏത് കാര്യങ്ങൾ ലഭിച്ചാലും അത് ദോഷമായിക്കോട്ടെ, അത് ലോകരുടെ അഭിപ്രായത്തിൽ എൻ്റെ സെലക്ഷൻ, ഞാൻ എടുത്തതായ കാര്യം അത് വളരെയധികം പരിഹാസ്യമാണെങ്കിലും, അത് വളരെയധികം വില കുറഞ്ഞ ഒന്നാണെങ്കിലും, എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവം എന്നോടുകൂടി ഉണ്ടെന്ന് അത് അബ്രഹാമിന് അറിയാമായിരുന്നു. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മളിൽ എത്രത്തോളം ദൈവിക സാന്നിധ്യം ഉണ്ടെന്നും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എത്ര ഉണ്ടെന്നും അത് വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തെക്കുറിച്ചുള്ള അബ്രഹാമിൻ്റെ പരിജ്ഞാനമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തെളിഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമല്ല നമുക്ക് വേണ്ടത്. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ആവശ്യമാണ്. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ പ്രകൃതം എന്താണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളെപ്പോഴും ഈ ലോകപ്രകാരമുള്ള ഒരു തീരുമാനമായിരിക്കില്ല എടുക്കുന്നത്. മറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അതെ, ആളുകൾ നമ്മെ പോഷൻ എന്ന് പറഞ്ഞാലും വിഡ്ഢി എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്തുകൊണ്ട്? ഐ ആം ലവിങ് ഗാഡ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അബ്രാമിനെ പോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയട്ടെ. നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്വത്തോ ഇതൊന്നും തന്നെ നമ്മെ കീഴ്പ്പെടുത്താതെ ദൈവസ്നേഹത്താൽ അതേ ദൈവത്തിന് കീഴ്പ്പെടുന്നവരായി, ദൈവത്തിൻ്റെ പരമാധികാരം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നവരായി, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ഇന്ന് നമുക്ക് എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഈ ഭൂമിയിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ ഈ ലോകത്തെ ആശ്രയിക്കുന്നു. പലപ്പോഴും സമ്പത്തും ഞങ്ങളുടെ ചുറ്റുമുള്ളതായ കാര്യങ്ങളൊക്കെയും ഞങ്ങളെ പ്രൊസസ് ചെയ്യുമ്പോൾ, ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ, എന്നാൽ അങ്ങനെയല്ല ഞങ്ങളാകേണ്ടത്. ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കാനും അതേ ദൈവം ഞങ്ങളോട് പറയുന്നത് പോലെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. അബ്രാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയും ദൈവവചനത്തിൻ്റെ ഇപ്രകാരമുള്ള ധ്യാനവും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.